വളരെ ദാരുണമായ ഒരു വാർത്ത കോഴിക്കോട് നിന്നും വരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററും ബെഡും ഇല്ലെന്ന് പറഞ്ഞ് മടക്കിയയച്ച ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടി മരിച്ചു. മലപ്പുറം മക്കക്കാട് സ്വദേശി സുരേഷിന്റെ ഓട്ടിസം ബാധിച്ച മകളാണ് ഇന്നലെ മരിച്ചത്. സംഭവത്തിൽ കുടുംബം പരാതി നൽകിയിട്ടും യാതൊരു അന്വേഷണവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടി ന്യൂമോണിയ ബാധിച്ച് കോളേജിൽ അഡ്മിറ്റായിരുന്നു. അവിടുന്ന് വെന്റിലേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ പുറത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞ് അത് ഞങ്ങൾ സ്റ്റാർ കെയർ എന്ന ഹോസ്പിറ്റലിലാണ് ഞങ്ങൾക്ക് എത്തിയത്. അവിടെ നല്ല എമൗണ്ടാണ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഹലോ, ഞാൻ കുട്ടീൻ്റെ അമ്മയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ മോളെ ഇവിടുന്ന് ഇറക്കി തരണം. ഇവിടുന്ന് ബില്ല് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്ട് അവളെ ചികിത്സിക്കാന്നാണ് ഞങ്ങളെ തീരുമാനം. ഡോക്ടർമാർ പറഞ്ഞത് കഴിയുന്നതും ഓളെ പരമാവധി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഓള്. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഇവിടെ താങ്ങൂല ബില്ല്. കൂടുതൽ വിവരങ്ങൾ അനഘ ഹർഷൻ നൽകും. നമ്മളിപ്പോൾ കേട്ട ഈ ഓഡിയോ സന്ദേശം എന്ന് പറയുന്നത് ഈ മരിച്ച 16-കാരിയുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന, അച്ഛനും അമ്മയും സമൂഹത്തിന് മുന്നിൽ കേണപേക്ഷിക്കുന്ന ഓഡിയോ സന്ദേശമാണ് കേട്ടത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കുഞ്ഞുമായി ഈ കുടുംബം ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള മക്കക്കാട് സ്വദേശിയായിട്ടുള്ള സുരേഷും ഭാര്യയും ഒക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. ഈ ആശുപത്രിയിൽ 13-ാം തീയതിയാണ് കുടുംബം എത്തുന്നത്. അന്ന് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം അതിന് തൊട്ടടുത്ത ദിവസം ഡോക്ടർമാർ പറയുന്നു കുട്ടിക്ക് ന്യൂമോണിയാണ്, സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് എന്ന് പറയുന്നു. അപ്പോൾ കുടുംബം ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ ഉണ്ടാകുമെന്ന കുടുംബം വിശ്വസിച്ചിരുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇവിടെ വെന്റിലേറ്റർ സൗകര്യമില്ല, ബെഡില്ല, കുട്ടിയെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണ്. അതായത് നിർധരായ ഒരു കുടുംബം, പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള ഒരു കുടുംബത്തിനോടാണ് ആശുപത്രിയിൽ നിന്ന് ഈ രീതിയിൽ പറഞ്ഞത്. അന്ന് തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കുട്ടിയുടെ ജീവനായിരുന്നു. അതുകൊണ്ട് ഈ ഡോക്ടർമാരോട് കലഹിക്കാനോ വാശി പിടിക്കാനോ ഒന്നും അവർ നിന്നില്ല. ആ സമയം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ ഇറങ്ങി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയുമായി ചികിത്സ തേടി. 2 ദിവസം, വെറും 2 ദിവസമാണ് സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിക്ക് ചികിത്സ ലഭിച്ചത്. ആ ചികിത്സയ്ക്ക് ചിലവായത് 2 ലക്ഷത്തിലധികം തുകയാണ്. ദിവസ വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരായ ഒരു കുടുംബത്തിന് 2 ലക്ഷം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഭീമമായ തുകയാണ് അന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വന്നത്. പക്ഷെ അപ്പോഴും അവർക്ക് മുന്നിൽ തങ്ങളുടെ കുട്ടിയുടെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കുക എന്നതാണ്. അതിനുവേണ്ടി അച്ഛനും അമ്മയും, ആ മരിച്ച ദളിത് പെൺകുട്ടിയായ ആ 16-കാരിയുടെ അച്ഛനും അമ്മയും കേണപേക്ഷിക്കുകയാണ്. ഈ സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കാനുള്ള പണം അത് എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണമെന്ന് നാട്ടുകാർക്ക് മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ഒരു അമ്മയ്ക്ക്, കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ പറയേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ പിടിപ്പ് കേടാണെന്ന് പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ സർക്കാർ ആശുപത്രി അത് സാധാരണക്കാരന്, ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കേണ്ട സംവിധാനമാണ്. അവിടെയാണ് ഒരു കുടുംബം, നിർധരായ കുടുംബം ചികിത്സയ്ക്ക് വേണ്ടി എത്തിയത്. അവിടെ നിന്നാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് ബെഡില്ല, വെന്റിലേറ്റർ സൗകര്യമില്ല, ഇവിടെ നിന്ന് കുട്ടിയെ മടക്കി അയക്കണമെന്ന്. ഇത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയത്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് അവരെ അക്ഷരാർത്ഥത്തിൽ ഇറക്കി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അവർ തീർച്ചയായും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടാകും. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് അവർ സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ്. അവർ പിന്നെ എവിടെയാണ് പോകേണ്ടത്? അവർക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ഇല്ലെങ്കിൽ അവർ എവിടെയാണ് പോകേണ്ടത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മറ്റൊന്ന്, ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച ആ ദിവസം തന്നെ ഈ കുട്ടിയുടെ, ഈ മലപ്പുറം മക്കക്കാട് സ്വദേശിയായിട്ടുള്ള സുരേഷ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു പരാതി നൽകിയിരുന്നു. താൻ ഇങ്ങനെ 13-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിയിരുന്നു, തന്റെ കുട്ടിക്ക് ബെഡും വെന്റിലേറ്ററും സൗകര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് മടക്കി അയച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ കത്തിന് ഈ ദിവസം, കുട്ടി ഇന്നലെ മരണപ്പെട്ടു, അതിനുശേഷം ഈ ദിവസമായിട്ട് പോലും ഒരു മറുപടിയും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എല്ലാ സമയവും ഉള്ളതുപോലെ തന്നെ ഫോൺ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ഇപ്പോൾ പോലും ആ കുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നതാണ്. ആ കുടുംബം, ആ നിർദ്ധരായ ഒരു കുടുംബത്തോടാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം ഈ രീതിയിൽ പെരുമാറുന്നത് എന്നതാണ്. അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ
അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ ഇങ്ങനെ തഴയപ്പെടുന്നത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ഗുരുതര ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഒരു അനാസ്ഥ എന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ മെഡിക്കൽ കോളേജിൽ തന്നെ ഈ കുഞ്ഞിന് ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. വെന്റിലേറ്റർ സൗകര്യം ഉണ്ടാകണം, വെന്റിലേറ്ററിന്റെ കൂടി മാത്രമേ കുഞ്ഞിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്നിട്ട് പോലും അവിടെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത് അവിടെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ചികിത്സിപ്പിച്ചില്ല എന്നത് ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ നേർചിത്രം ഈ സംഭവത്തോടുകൂടി വ്യക്തമാണ്. അനഘയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ആരോഗ്യ കേരളം, കൊട്ടിഘോഷിക്കപ്പെട്ട ആരോഗ്യ കേരളം തകർന്നു വീഴുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് കോഴിക്കോട് നിന്നും. അനഘ ഹർഷനാണ് റിപ്പോർട്ട് പങ്കുവച്ചത്.